പിന്നെ ഒപ്പിടല്ലേ ചിരിക്കല്ലേ ചോദിക്കേ ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണത്? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഫിറോസിനൊപ്പം ജീവിക്കുവേ? ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ടോ? ചോദിച്ചാൽ എല്ലാവരും പ്രേരിപ്പിച്ചല്ലേ? എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് എൻ്റെ ഒരു വീക്ക് ഓഫ് ഡേ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കണ്ട എന്നാണ് കരുതിയത്. കാരണം നമുക്ക് കുറേ ദിവസത്തിന് ശേഷം ഒരു ലീവൊക്കെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീക്കും ഒന്നും ലീവ് ഉണ്ടാവില്ല. ഞാൻ കറക്റ്റ് പറയണ ഒരു 12 ഡേയ്സിന് ശേഷമാണ് ഇന്ന് ലീവ് എടുക്കുന്നത്. റെസ്റ്റ് എടുക്കാമെന്നൊക്കെ കരുതി രാവിലെ ഇങ്ങനെ എണീച്ച് യൂട്യൂബിൽ ഇങ്ങനെ യൂട്യൂബ് ഷോർട്സ് കാണുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, സത്യം പറയാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിറോസിൻ്റെ ചാനലത്തെ വീഡിയോ എൻ്റെ മുന്നിൽ പെട്ടെ. ഞാൻ ഈ ഫിറോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ്ഡ് അല്ല, ഞാൻ ആ വീഡിയോ കാണില്ല. ഇപ്പോഴും ഞാൻ കണ്ടതാകെ അതിൽ 2 വീഡിയോ മാത്രമാണ്, ബാക്കിയുള്ളൊരു വീഡിയോസും കണ്ടിട്ടില്ല. 2ാമത്തെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ടുമില്ല. ഫിറോസിനൊരു ചാനൽ ഉണ്ട് എന്നുള്ള പോലും എനിക്ക് അറിയുക കൂടിയില്ല. ഈ ഫിറോസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സജ്നയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റസൂൽ പൂക്കുറ്റിയായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു വലിയ കോൺട്രവേഴ്സി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ ഷോർട്സ് മാത്രമാണ് ചെയ്തത്. കാരണം ഞാൻ ആ യൂണിവേഴ്സിലോട്ട് അധികം കടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയായിരുന്നു ഇനി അങ്ങോട്ട് ചളിഞ്ഞ് നാറി നാരായണക്കല്ലാവാൻ പോകുന്ന ഒരു യൂണിവേഴ്സ് തന്നെയാണ് സജ്ന യൂണിവേഴ്സ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറാത്തത്. ആൻഡ് അതിൽ നിന്ന് ആ ഒരൊറ്റ പോസ്റ്റിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ചേച്ചി വന്നിട്ട് ഭയങ്കര പ്രസ്താവനകളൊക്കെ നടത്തിയെങ്കിലും കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഫിറോസ് ഈ സജ്നയെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നത് വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോസ് കാണുകയോ എടുത്ത് റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സജ്നേൻ്റെ ആ പോസ്റ്റ് വന്ന സമയത്ത് പുള്ളി എന്തോ ഒരു കാര്യം സംസാരിച്ച ഒരു വീഡിയോ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സജ്ന എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഞാൻ കാണുന്ന ഒരു ബ്ലൂ കുർത്തി എങ്ങാനും ഇട്ട് വന്നിട്ട് കടന്ന് കരയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഫിറോസിനെ ഭയങ്കര നാണം കെടുത്തി, ഫിറോസ് ഈ ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ടവനാണ്, അവൻ അതാണ് ഇതാണ് മറ്റേതാണ്, ഇങ്ങനൊരു നറീനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം അതിലിട്ടിട്ടുണ്ട്. എന്തോ ഒരു ചെറിയ പെൺകുട്ടിയുടെ വിഷയമൊക്കെ പറഞ്ഞ് പതിവ്രത. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ടോ അങ്ങനെ എന്തോ ഒരു സാധനം ഇട്ടിട്ട് കുറച്ച് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് എനിക്കും എൻ്റെ ഇക്കാക്കുമുള്ള പ്രശ്നം നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുന്ത്രാടം ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഈ ഒരു പറഞ്ഞ രീതി ശരിയാണെങ്കിൽ പിന്നെയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കാണുന്നത്. പോസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സജ്നയും റസൂൽ പൂക്കുറ്റിയും തമ്മിലൊരു ക്ലോസ് ആയിട്ടുള്ള സെൽഫി. ആ സെൽഫിയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുടെ ഒരു വയറ് കാണിക്കുന്നുണ്ട്. 3 മാസം പ്രഗ്നൻറ്റ്, 4 കൊല്ലം പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഈ പോസ്റ്റ് വന്നത്. പോസ്റ്റ് വന്നു, എൻ്റെ താഴെ കമൻസ് വന്നു, വീഡിയോ വന്നു, ഷോർട്സ് വന്നു, ലോങ് വന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപാട് ഒരു സപ്പോർട്ടറായിട്ട് ഷാലു ബ്ലൂമോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പെൺകുട്ടിയും ഇവരും കൂടെ വന്നിട്ട് വന്നു. ഞാനാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഹാക്കായി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഹാക്ക് വിഷയമായിട്ട് നാളെ വരുമെന്നുള്ളത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അല്ല ഇന്നത്തെ ഓഡിയോൻ്റെ ബേസിസിൽ ഞാൻ പറയുകയാണ്, പക്കാ നുണയാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുറ്റീനെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന പ്രതീക്ഷയിലായിരിക്കാം മേ ബി സജ്ന പ്രണയത്തിലായത്. പൂക്കുറ്റി ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂക്കുറ്റി ഇളഞ്ഞതിന് ശേഷം പൂക്കുറ്റി ചേട്ടൻ വേറെ വഴിക്ക് അങ്ങ് പോയി. അതോടുകൂടി പൂക്കുറ്റി ചേട്ടനും സജ്ന ചേച്ചിയും തെറ്റിയപ്പോൾ പൂക്കുറ്റി ചേട്ടനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് സജ്ന ചേച്ചി ഇട്ടിട്ടുള്ള ഒരു ഇതാണിത്. എന്താണ് സംഭവം പറയുക, ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണത്. പിന്നെ ഈ പോസ്റ്റ് ഇട്ടോടുകൂടി പൂക്കുച്ചേട്ടൻ ഇളകി വന്ന് അവർ സംസാരിക്കുന്നു, കോംപ്രമൈസ് ആവുന്നു, പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പിറ്റേ ദിവസം ഒരു ഹാക്ഡ് സ്റ്റോറിയുമായിട്ട് ഫ്രണ്ടോട്ട് വരുന്നു. അന്ന് ആ വിഷയം തീരുമെന്ന് കരുതിയപ്പോഴേക്ക് ഫിറോസ് ചേട്ടൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് 3 പാർട്ട് വീഡിയോ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസിൽ കൂടെ വന്ന് അങ്ങോട്ട് സജ്ന ചേച്ചീനെ ഇങ്ങനെ കീറി വലിച്ചങ്ങ് എക്സ്പോസ് ചെയ്തു. ഇതിൽ കൂടെ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായി കാണാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഞാനിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറോസിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഓഡിയോസാണ്. ഇതിൽ കൂടെ ഞാൻ കൺവേ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ തോന്നിയ ആ കാര്യം സത്യമാണ്. ദാറ്റ് ഈസ് സജ്നയും പൂക്കുറ്റി ചേട്ടനും അവിഹിതത്തിലാണ്. ആൻഡ് സജ്നേൻ്റെ ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ ഇന്നും തുടങ്ങിയതല്ല, കാലങ്ങളായിട്ടുള്ള ഒരു ഇടപാടാണ്. ആൻഡ് സജ്ന ഇപ്പോൾ 3 month പ്രഗ്നൻ്റ് ആണ്. കുട്ടീനെ കളഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല. ഒരു കുട്ടീനെ ഓൾറെഡി പൂക്കുറ്റീനെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് പൂക്കുറ്റീനെ ഓൺലോഡി. അപ്പം ഇതിൻ്റെയൊക്കെ ഓഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. എന്തായാലും ഇപ്പോൾ ചേച്ചി ഏതോ ഫ്രെയിം സ്റ്റെപ്പോ 1 ഫ്രെയിം സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ചാനലിൽ വന്നിട്ട് കരഞ്ഞു മെഴുകിയിട്ടുണ്ട്. ചേച്ചി കരഞ്ഞു മെഴുകിയിട്ട് കാര്യമല്ല. കാരണം നിങ്ങൾ നാരായണക്കല്ലായി വിത്ത് പ്രൂഫ് വീഡിയോ ഓഡിയോ റെക്കോർഡിങ് വന്ന സ്ഥിതിക്ക് ഇനി മിണ്ടാണ്ട് അവിടെ ഇരുന്ന് സഹിക്കുക. പൂക്കുറ്റി ചേട്ടനാണെങ്കിൽ സഹിക്കുക. കാരണം തോന്നിവാസം ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു.
അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങൾ ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ചേച്ചിയുടെ പണ്ടത്തെ ഒരു അവിഹിതം. പിന്നെ ഒപ്പിടല്ലേ? ചിരിക്കല്ലേ? ചോദിക്കേ. ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഫിറോസിനൊപ്പം ജീവിക്കുമേ? ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടണ്ട. അല്ല, ചോദിച്ചാൽ നമ്മളാരും പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ. അയ്യോ, കുണവാവയുടെ ചിരി കാണുമ്പോഴാണ് ഈ സജ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യ ഭർത്താവിനെ അങ്ങനെ ചെയ്തു പോയി, രണ്ടാമത്തെ ഭർത്താവ് ഫിറോസ് എന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ കുട്ടികളുടെ ഇത്, ഞാൻ ഉമ്മാക്ക് വേണ്ടി ജീവിക്കുന്ന തങ്കക്കുടം, കണ്ണിൻ കടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ചേച്ചി അവിഹിതം കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഒരു അവിഹിതം വീഡിയോ ആണ് ഫിറോസിൻ്റെ ചാനലിൽ ഈ സാധനം വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ, ആഫ്റ്റർ മാരേജിന് ശേഷം ഏതോ ഷോർട്ട് ഫിലിമിൻ്റെ പരിപാടിയിൽ നിന്ന് എന്തോ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ മൂന്നാർ അവിടെ എവിടെയോ പോയി. അപ്പോൾ അവിടുത്തെ ഡയറക്ടറുമായിട്ട് അവിഹിതം ഫിറോസ്ക പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡ്യൂസറുമായിട്ട് ഒളിച്ചോടിപ്പോയി. ആ ഒളിച്ചോടിപ്പോയ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പാണ്. ആരും ഒരാൾ, കാരണം ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഡയറക്ടറോട് പോകുന്നു, പിന്നെ ഡയറക്ടർ ഒഴിവാക്കുന്നു, ഫിറോസ് പിടിക്കുന്നു, പിന്നെ പ്രൊഡ്യൂസറോടെ പോകുന്നു, പ്രൊഡ്യൂസർ ഒഴിവാക്കുന്നു, അടുത്ത ആൾ പിടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പ്രൊഡ്യൂസറിന് തന്നെ മനസ്സിലായി എങ്ങാനും പോയാലോ എന്ന് കരുതിയിട്ട് ഫിറോസിനെ ഒഴിവാക്കി നിങ്ങൾ ഇവിടെ ജീവിക്കാനാണ്. അപ്പോൾ ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സാധനം, അല്ല എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം റസൂൽ പൂക്കറ്റി മാത്രമല്ല, അതിന് മുമ്പേ ഈ പർട്ടിക്കുലർ ലേഡിക്ക് ഉണ്ടെന്നും അങ്ങനത്തെ കുറേ ബന്ധങ്ങൾ താൻ പിടിച്ചിട്ടുണ്ട് എന്നും വളരെ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുന്നു. സജ്ന ചേച്ചി പൊതുവെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കണ്ണ് നിറച്ചിട്ടും എന്ന് പറഞ്ഞിട്ടില്ല ഈ ഡയലോഗുകൾ കാണിച്ചിട്ടും മീഡിയക്കാരെ ചീത്ത വിളിക്കുന്നതാണെങ്കിൽ, ഇവിടെ ഫിറോസ് ഭായ് വന്നിരിക്കുന്നത് പക്കാ തെളിവുകൊണ്ടാണ്. അപ്പോൾ ഇത് സജ്ന ചേച്ചി അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ചേച്ചീൻ്റെ ചിരിയല്ല പറയാൻ പറ്റില്ലല്ലോ, ചേച്ചീൻ്റെ എഴുത്തല്ല പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ചിലപ്പോൾ വന്നിട്ട് പറയും ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി രേഖ എഴുതിയതാണ്, വെറുതെ അങ്ങനെയൊന്നും വന്നും പറയണ്ട, പാളി നാറി വയടച്ചിരിക്കും. അപ്പോൾ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ കലാവിരുദ്ധുള്ള ആളാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഗൈസ്, വളരെ ലെങ്തി ഉള്ളൊരു വീഡിയോ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. നിങ്ങളൊരു ചായയും പലഹാരമൊക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ അടുക്കളയിൽ വല്ല പണി ചെയ്യുന്ന സമയത്തൊക്കെ സൈഡിൽ തുറന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഫ്ലോ കിട്ടും. ജോക്സ് എപ്പാർട്ട്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പുള്ളിക്കാരൻ പറയുന്നതിൽ കുറേ സത്യമുണ്ട്. സജ്ന ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എവിടെയൊക്കെ അവിഹിതത്തിന് പോയിട്ടുണ്ടെങ്കിലും നേരെ ഇങ്ങേ സൈഡിൽ വന്നിട്ട് ഫിറോസിനെ കുറ്റം പറയും. നിങ്ങളും ഫിറോസും കൂടെ 2 വർഷം മുമ്പ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴി നോക്കി അങ്ങോട്ട് പോയാൽ മതി. നിങ്ങൾ എന്തിനാണ് എല്ലാ കോൺട്രവേഴ്സിയിലും ഈ പർട്ടിക്കുലർ മനുഷ്യനെ പിടിച്ചിരുന്നത്, ഈ പർട്ടിക്കുലർ മനുഷ്യൻ്റെ കുറ്റം പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ ആ പോസ്റ്റിലിട്ടത് 4 ഇയർ ആയിട്ട് ലവ് എന്നാണ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് 2 ഇയർ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല വ്യക്തികളും ഇത് സംസാരിക്കുന്നത്. ആൻഡ് ഫിറോസിന് ആദ്യത്തെ അവിഹിതം പിടിച്ച് പിന്നെ എത്ര അവിഹിതം പിടിച്ചു എന്നുള്ള ഫിറോസിന് മാത്രമേ അറിയൂ. ചിലപ്പോൾ ഫിറോസ് നിങ്ങൾ സെപ്പറേറ്റഡ് ആവാനുള്ളതിൻ്റെ ഒരു റീസൺ മേ ബി റസൂൽ പൂക്കറ്റി ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ താഴെ ഫിറോസിനോടൊരു ചോദ്യം വരുമ്പോൾ ഫിറോസ് അതേ എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങൾക്ക് ഫിറോസ് ഉള്ള സമയം റസൂലായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കാനും പലതും ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റും. അത് ഫിറോസ് പറയുന്നത് തെറ്റാണ്. അപ്പോഴേക്ക് ഫിറോസിന് നേരെ വലിയ അലിഗേഷനും കൊണ്ട് വന്നു. ഒരാളുമായിട്ട് ലവ് ആവുക, സെപ്പറേറ്റഡ് ആവുക, ഡിവോഴ്സ് ആവുക ഒക്കെ ഉള്ളത് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ തോന്നിവാസം മറയ്ക്കാൻ വേണ്ടി വെറുതെ ഒരു വ്യക്തിൻ്റെ തലയിലോട്ട് കുറ്റമിടുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. സജ്ന ചേച്ചി അത് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഫിറോസ് വന്നിട്ട് ഇത്രയും സംസാരിച്ച് ചേച്ചീനെ അങ്ങോട്ട് കാണിച്ചു തന്നത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക,
ഫിറോസിനെതിരെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന്? നീ തന്നെയാണ് ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. മെയിൻ ഭാഗങ്ങൾ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടിട്ടു. അതിൽ റസൂൽ പൂക്കുറ്റിയും സജ്നയുടെയും വോയിസ് റെക്കോർഡാണ്. അതിൽ 2 വ്യക്തികളും നല്ല പച്ചയ്ക്ക് കൺവേ ചെയ്യുന്നുണ്ട് അവർ പ്രണയത്തിലാണ് എന്ന്. അപ്പോൾ റസൂൽ പൂക്കുറ്റിയും സജ്നയും പ്രണയത്തിലാണ്. സജ്ന ഓഫ് കോഴ്സ് ഡിവോഴ്സ് വാങ്ങിയിരിക്കുകയാണ്. പാവം വയ്യാണ്ട് കിടക്കുന്ന പൂക്കുറ്റിയുടെ ഒരു ഭാര്യയുണ്ട്. അത് കാണേണ്ടി വരുന്ന അവരുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു സാധനമുണ്ട്, ലീഗൽ കേസ് കൊടുത്തിട്ട് ഫിറോസിനെ കയറി പൂട്ടാന്ന്. നാണല്ലേടോ നിങ്ങൾക്ക് രണ്ടിനും? പൂക്കുറ്റിയും സജ്നവാലിനോടും ചോദിക്കാം, നാണല്ലേ രണ്ടിനും? ഒരു ഭാര്യ അവിടെ കിടക്കുമ്പം ഒരു ഭർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക് കൂടെ അവീതം ചെയ്ത് അതിൽ കുട്ടികളുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇവനെ കേസ് കൊണ്ടുപോയി കുടുക്കിയിടാന്ന്. നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ നിൽക്ക്, ജീവിക്കണേ ജീവിക്കുക, അവീതാക്കണേ ആക്ക്, കുട്ടീനാക്കണേ ആക്ക്. എന്തിനാണ് ഫിറോസിനെ കൊണ്ടുപോയിടുന്നത്? കാരണം നിങ്ങളുടെ കേസ്, നിങ്ങളുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ആവാണ്ട് നിൽക്കാൻ ഒരു വ്യക്തിനെ കയറി നാറ്റിക്കുകയാണ്. ഈ ലീഗൽ സിസ്റ്റത്തിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ? ശരിയുണ്ടെങ്കിൽ മാത്രം പെണ്ണുങ്ങൾക്ക് അവകാശം കൊടുക്കുക, അല്ലെങ്കിൽ നീതി കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനത്തെ ഫേക്കായിട്ട് മാനിപ്പുലേറ്റീവ് ആവുന്ന രീതിയിൽ പലരും കേസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമസ്കാരം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയാം, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജ്ന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെ പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ അവസരം കൃത്യമായി തന്നെ, അതായത് സജ്നയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച ഇവിടെ ഫിറോസിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ വീഡിയോകളിൽ ഫിറോസ് അപ്ലോഡ് ചെയ്യുന്ന കുറേ ഓഡിയോസ് കേൾക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ പാർട്ട്ണറായി നിന്ന് ഇത് കേൾക്കേണ്ടി വരുന്ന ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരിക്കലും ഫിറോസിനെ ന്യായീകരിക്കുകയല്ല കേട്ടോ. ഫിറോസ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഫിറോസിൻ്റെ സൈഡിലും തെറ്റുണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത്ര 100% പെർഫെക്റ്റ് ആയൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും സജ്നയ്ക്ക് ചിലപ്പോൾ ആ റിലേഷനിൽ നിന്ന് കം ഔട്ട് ചെയ്യേണ്ടി വരില്ല. ചിലപ്പോൾ അവിടെ ഫിറോസിൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്സ് ഉണ്ടാവും. അതിൽ ചില മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റേക്സ് ഹാപ്പൻ ചെയ്യും. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യന്മാരില്ല. തെറ്റ് എല്ലാ മനുഷ്യന്മാർക്കും പറ്റും. ഒരു തവണ നമ്മളൊരു ചാൻസ് കൊടുക്കുക. എന്നിട്ടും അതേ തെറ്റ് ആ പർട്ടിക്കുലർ വ്യക്തി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തിയുടെ സ്വഭാവം ഇതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് ഇഷ്ടമാണ്. അതുമായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കം ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടേ കല്യാണം കഴിഞ്ഞ ഒരു തുടക്കകാലങ്ങളിൽ തന്നെ സജ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ ഇങ്ങനത്തെ തരത്തിലുള്ള അവീതങ്ങൾ 2 എണ്ണം പിടിച്ചു. ഒന്നൊരു ഡയറക്ടറും പ്രൊഡ്യൂസറും. അത് കഴിഞ്ഞിട്ടും ഈ സിനാരിയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് സജ്നയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഈ ബന്ധം അവസാനിപ്പിക്കണമായിരുന്നു. അതില്ലാണ്ട് 10 വർഷം ഹോൾഡ് ചെയ്ത് അത് വേണം. ചിലപ്പോൾ മേ ബി കുട്ടി പല ഇമോഷനും കൊണ്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനൊരു പെയിൻഫുൾ സിറ്റുവേഷനിലോട്ട് പോയത്. ഒരു സ്ത്രീയും പിന്നെ കുറച്ച് മെമ്പേഴ്സുകളുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയെ
ആ റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു. അതായത് എന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇതാരെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ ഈ വിഷയം റെഫർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് ലോങ് വീഡിയോസ് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വിത്ത് വോയിസ് റെക്കോർഡും കാര്യങ്ങളും കേട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന് മാനസികമായ എന്തോ വിഭ്രാന്തി ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവൻ്റെ വീഡിയോസ് കാണാണ്ടിരിക്കുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇറങ്ങിപ്പോവുക. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? അപ്പോൾ അതെനിക്കറിയില്ല. ഏതൊരു പെണ്ണിനെയാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല. ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഈ സോഷ്യൽ മീഡിയയോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്നത് ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് കാണുന്ന സമയത്താണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്. സജ്ന ഫിറോസ് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെയിമുള്ള ആൾക്കാരാണ്. രണ്ടുപേരുടെയും ജീവിതമാണ് ഇന്ന് എക്സ്പോസ് ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സജ്ന എന്ന് പറയുന്ന ഒരു ലേഡീൻ്റെ ദി എക്സ്ട്രീം, നാണം കെടാൻ പറ്റുന്നതിൻ്റെ ദി എക്സ്ട്രീം. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന അവാർഡ് വിന്നിങ്, ഓസ്കാർ വിന്നിങ് ആളുടെ ദി എക്സ്ട്രീം കുലിസിത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എക്സ്പോസ് ആയിക്കൊണ്ട് പോകുന്നത്. ഒന്ന് അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആൻഡ് ഇതൊക്കെ സോഷ്യൽ മീഡിയേൻ്റെ ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ. സജ്നയ്ക്ക് വേണേൽ പൂക്കുറ്റിയായിട്ട് ബന്ധം വെച്ചാൽ സൈഡിൽ കൂടി അങ്ങ് പോയാൽ മതി. അടങ്ങിയിരുന്ന ഫിറോസിനെ കയറി ചൊറിയാൻ നിന്നതുകൊണ്ട് മാത്രമാണ് ഫിറോസ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ വിളിച്ച് പറയേണ്ടി വന്നത്. അദ്ദേഹം മേ ബി ഇത്ര കാര്യം പറഞ്ഞില്ലെങ്കിൽ പലരും പല റിയാലിറ്റികളും മനസ്സിലാക്കില്ല. ഇത്രയും കാലം ഇവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ തന്നെ ഈ ഒരു ഹാക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു 100% ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ പറഞ്ഞ് വെച്ച് മുറിച്ചങ്ങ് പോയത്. എന്നാൽ ഇവിടെ പല വ്യക്തികളും ഇപ്പം ഇത് കൺഫേമായി പറയാനുള്ളതിൻ്റെ റീസൺ ഇവർ വന്നുകൊണ്ടാണ്. വെറുതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് മാന്തിയതുകൊണ്ടാണ് തിരിച്ച് നല്ല കുത്ത് കിട്ടിയെന്ന് മനസ്സിലാക്കി. ഇനി അയാളെ ചൊറിയാണ്ടിരിക്കുക. ഇനിയും പുറത്ത് വന്നിട്ടുണ്ട് ചേച്ചി, നാറിയ അവസ്ഥയാണ്. എന്തായാലും നാരായണക്കല്ലേ. ആൻഡ് സജ്നയുടെ വീട്ടുകാരോട് പറയാനുള്ളത്, പുള്ളിക്കാരിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലത് നല്ലൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് മക്കളുമായിട്ട് ജീവിക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, അവരെത്രത്തോളം നാണം കെടും, അവരെത്രത്തോളം ഇൻസൾട്ടഡ് ആവും, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അല്ലെ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്? ഞാൻ അതാ പറയുന്നത്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ പെയിനാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരാൻ. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പം ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ ഇവരെന്തൊരു ലേഡിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു കള്ളത്തെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെൻറ്റ് വഴിയും പോകുന്നൊരു ലേഡിയാണ് ഇവർ എന്നുള്ളത്. പൊതുവേ ബിഗ് ബോസ് ഷോ കാണുന്ന സമയത്താണെങ്കിൽ അതിനിറങ്ങി വന്നതിന് ശേഷമുള്ള കോൺട്രവേഴ്സി ആണെങ്കിലും മീഡിയക്ക് റിപ്ലൈ കൊടുക്കുന്നതിലൊക്കെ മനസ്സിലായിരുന്നു. പക്ഷെ ഇവിടെ ഈ മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പറയാണ്ട് ഒരിക്കലും ഫിറോസ് എന്തായാലും ഇവിടെ വന്ന് പറയില്ല. പറഞ്ഞെങ്കിൽ സജ്ന ഫീലിംഗ് സോ പുച്ഛം. സ്വയം തോന്നിവാസം മറയ്ക്കാൻ ഭർത്താവിനെ സ്വന്തം കുട്ടീൻ്റെ പേര് വെച്ച്
ഇങ്ങനത്തെ ഒരു ഇത് പുച്ഛം. മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. അപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു കോളിളക്കം ഇതാണ്. സജിന ഒരു ദിവസം, ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ, കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് വന്ന് റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്ന് കാണും. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അതിനും ആ സമയത്ത്, ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്നുള്ള തേച്ചിട്ട് വന്ന് നോക്കുന്നു, അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിച്ചടി മാറ്റി പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയയാണ്. ഇവളുടെ വീഡിയോയും ഇവളും റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി. കാരണം അവർക്കറിയാം സജിന വന്ന്, ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ. 2.5 വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡാണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണി എന്ന് പറഞ്ഞപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു. എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ. എനിക്ക് അങ്ങനെ എന്ത് ഉപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം, റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും പറയില്ല. നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട്, എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പം ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക? എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത്, അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനയെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഒരിക്കലും സജിനയെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ ഈ റസൂൽ പൂക്കുട്ടിക്ക് വാരി തീർക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജിനയുമായി സജിനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു, ഇവിടെ റസൂൽ പൂക്കുട്ടി കൂടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അത് കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സജിന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന്. അപ്പോൾ ഏകദേശം കഥയെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇത് സജിന ചേച്ചിയുടെ ഒരു പ്ലാനിങ് ആണ് ഇവിടെ നടന്നത്.
എത്രയൊക്കെ പ്ലാൻ ചെയ്താലും എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ആ 4 വർഷം എന്ന് പറയുന്നത് സജ്ന ചേച്ചീനെ സംബന്ധിച്ച് വളരെ ഒരു നെഗറ്റീവായിരുന്നു. ആൻഡ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു ആരും അറിയില്ല, ഒരു 95% ഓഫ് ആൾക്കാരും എന്തായാലും സജ്ന ചേച്ചീനെ ഊക്കിയ രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്ത സ്റ്റേജ് എന്ന നിലയിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള ഐഡിയ, ഇവർ എന്ന് വെച്ചാൽ സജ്നയും പൂക്കുറ്റി ചേട്ടനും കണ്ടെത്തിയിട്ടുള്ള ഐഡിയ ഫിറോസിന് തലയ്ക്ക് തിരിയാം, ഫിറോസിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വലിയ അലിഗേഷൻ ഇടാം, ഫിറോസിൻ്റെ പേരിൽ ഒരു വലിയ അലിഗേഷൻ ഇടുകയാണെങ്കിൽ ഈ വിഷയം ഇവിടെ അങ്ങ് പോവുമല്ലോ എന്നുള്ളൊരു ഐഡിയ എക്സിക്യൂട്ട് ചെയ്തു. ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്തതോടുകൂടി അത് വലിയ രീതിയിൽ ക്ലിക്ക് ആയില്ല. അപ്പോൾ അടുത്തൊരു ഐഡിയ ആയിട്ട് വന്നു കേസ് കൊടുക്കാൻ. അതിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ഈ വോയിസ് മനസ്സിലായല്ലോ, പൂക്കുറ്റിയുടെയും സജ്ന ചേച്ചിയുടെയും വോയിസാണ്. ഇതിലൊരു ഷാലിനെ പറയുന്നുണ്ട്. ഷാലു ആണോ എനിക്കറിയില്ല, ഇവരുടെ ഒരു സപ്പോർട്ടറായിട്ട് ഇപ്പോൾ ഒരു ഷാലു ചേച്ചി നിൽക്കുന്നുണ്ടല്ലോ. ഷാലു ചേച്ചി ആണോ എന്നുള്ള കാര്യം അറിയില്ല. ഏതോ ഒരു ഷാലിനെ കുറിച്ചും ഒരു ഇച്ചായനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിലോട്ട് പോകണ്ട. എന്താ പൂക്കുറ്റി ചേട്ടാ ഐഡിയ? ഒരു ഭാര്യയല്ലേ, ഒരു കുടുംബമല്ലേ, നല്ല രീതിയിലല്ലേ ജീവിക്കുന്നേ, അത്യാവശ്യത്തിന് പൈസയും കാര്യങ്ങളും ഇല്ലേ, പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത തോന്നിവാസത്തിന് പോയത്? നിങ്ങൾ ചെന്ന് തോന്നിവാസം ചെയ്ത് നിങ്ങളുടെ തോന്നിവാസം മറയ്ക്കാൻ വേണ്ടി ആ മനുഷ്യൻ്റെ പേരിൽ ഡിവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കാൻ പറയുക. തെണ്ടിത്തരല്ലേ, തോന്നിവാസമല്ലേ? എല്ലാ തെറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാളെ പോയി ചൊറിയേണ്ട ആവശ്യം എന്താ? കുറച്ചെങ്കിലുമൊക്കെ സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും എൻ്റെ പൊന്നു സജ്ജനെ നിനക്കൊക്കെ ഡിവോഴ്സ് തരാത്തത്. അല്ലാണ്ട് ഇന്നെപ്പോലെ ഇങ്ങനെ അവിധം പേര് നടക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിൽ തലകേറ്റി വെക്കുമോ? ഞാൻ കുറേ ബിഗ് ബോസ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ഫിറോസിന് ഒരുമാതിരി ഒരു മുരട് ചെങ്ങായിനെ പോലെയൊക്കെയാണ് കണ്ടത്. ഇവിടേക്കോ കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഷുഗർ കോട്ടിങ് ഡയലോഗ് ഇടുന്ന ഈ കണ്ണീര് റാണികളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ജെനുവിൻ റിയാലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയാണ് സംഭവ ബഹുലമായിട്ടുള്ള ഒരു വീഡിയോ. ഇതോടുകൂടി ഞാൻ ഈ കുലിസിത വിഷയം അവസാനിപ്പിക്കുകയാണ്. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട एक्सीलरेटर ये वाला है कि ये वाला? നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ.
അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ്, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എന്നെയൊക്കെ അറിയാം, ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ. അപ്പം എല്ലാത്തെ കുറിച്ചിട്ടും ഒരു തീരുമാനമായിരിക്കുകയാണ്. നാം പറയാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ നല്ല വെണ്ടയ്ക്ക രീതിയിൽ ഓഡിയോ അങ്ങ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഓഡിയോ കൂടെ വളരെ വ്യക്തമായി റസൂൽ ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ സജ്ന ചേച്ചിയാണെങ്കിലും പച്ച മലയാളത്തിൽ തുറന്നങ്ങ് സമ്മതിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും പ്രണയബന്ധത്തിലായിരുന്നു, അതിൽ നിന്ന് ബേബീസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ബേബീനെ അഡോപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കറൻ്റ്ലി ഒരു ബേബി ഉണ്ട് എന്ന രീതിയിലൊക്കെയാണ് സാധനം പോകുന്നത്. ആൻഡ് ഈ ബേബീനെ കളയാൻ സജ്ന ചേച്ചി വില്ലിങ് അല്ല. സജ്ന ചേച്ചി പറയുന്നുണ്ട് പൂക്കുറ്റി ചേട്ടനോട് ഇത് ഭാര്യേൻ്റെ അടുത്ത് പറയാൻ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സംഭവം ഒരു സൈഡ് ബിസിനസ് ആയിട്ടായിരിക്കാം പൂക്കുറ്റി ചേട്ടൻ കൊണ്ടുപോയത്, പക്ഷേ മെയിൻ ബിസിനസ് ആക്കാൻ സജ്ന ചേച്ചി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മെയിൻ ബിസിനസ് ആക്കാൻ പൂക്കുറ്റി ചേട്ടന് വലിയ താല്പര്യമില്ല. കാരണം സജ്ന ചേച്ചി വേറെ ബിസിനസ്സിന് പോയാലോ എന്നുള്ളൊരു തോട്ടാവാം, അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സിനെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി ഒരു മെയിൻ ബിസിനസ് വീട്ടിലുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, അവിഹിതം പിടിച്ചാലും മത്തിയുടെ അവസ്ഥയാണ്. നാറുകൂടെ ഭയങ്കര നാറ്റാണ്. നമ്മൾ കല്ലിൽ പോയി ഉരച്ചാലും സോപ്പും പൊടിയിൽ കൈ മുക്കി വെച്ചാലും എന്തൊക്കെ ചെയ്താലും ആ നാറ്റം അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ജീവിതകാലം മുഴുവൻ അറിയപ്പെടും. ഇത്രയും കാലം റസൂൽ പൂക്കുറ്റീനെ അറിയപ്പെട്ടിരുന്നത് ഓസ്കർ അവാർഡാണെങ്കിൽ ഇനി അങ്ങോട്ട് അറിയപ്പെടാൻ പോകുന്നത് സജ്ന ചേച്ചിയുടെ കുട്ടിയുടെ അച്ഛൻ എന്ന പേരിലാണ്. സോ പുച്ഛം ആൻഡ് ഫീലിംഗ് സോ സാഡ്. ആരോട്? റസൂൽ പൂക്കുറ്റീൻ്റെ വൈഫിനോട് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പോഴും അയാളെ വിശ്വസിച്ചുകൊണ്ട് ആ വീട്ടിൽ അസുഖമൊക്കെയായി നിൽക്കുകയാണ്. ഇവിടെ ലവില്ല, ഇവിടെ ലെസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ലെസ്റ്റ് ഇമോഷൻ ഉള്ളതുകൊണ്ട് ട്രൂ ലവ്, ജെനുവിൻ ലവാണ് ഹേർട്ട് ആവുന്നത് എന്നുള്ള കൂടെ നിങ്ങൾ റിയലൈസ് ചെയ്യണം. അപ്പം ഇൻ ദ യൂണിവേഴ്സ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നത്തിങ് മോർ ടു സേ ഫ്രം ദിസ്. വളരെ ക്ലിയർ ആണ്, അക്കൗണ്ട് ഹാക്കൊന്നും ആയിട്ടില്ല. പുകുരിച്ചേട്ടൻ വീട്ടിൽ പറയാത്തതിൻ്റെ ദേഷ്യത്തിന് ചേച്ചി ഒപ്പിച്ചൊരു പരിപാടിയാണ്. എന്തായാലും സ്വന്തം പേര് നാറ്റിച്ചു കൊണ്ടിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്തു, അതിലും കൂടുതൽ അപ്പുറത്താണ്. സാറിന് എന്തായാലും പൂക്കുറ്റിയോടുകൂടി ഈ ഒരു അവിഹിത കുൽസിത കളികൾക്ക് അവസാനം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി പുതിയ പേരായിട്ട് വരുമോ എന്നുള്ളത് കണ്ടറിയാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ഇതിൻ്റെ മോർ വീഡിയോസ് വേണമെങ്കിൽ ആളുടെ ചാനലിൽ പോയി കണ്ടോളൂ. ചാനലിൻ്റെ പേര് എനിക്കറിയില്ല, കിട്ടുകയാണെങ്കിൽ സൈഡ് കൊടുക്കാം.